ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കുട്ടിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എക്സാമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അങ്ങനെ എണീറ്റ് പല്ലൊക്കെ തേച്ച് അകത്ത് ചെന്നപ്പോൾ അമ്മ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വറുക്കാനുള്ളത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി മുഖമൊക്കെ തുടച്ചിട്ട് വന്നിട്ട് രാവിലെ ഇന്ന് കഴിക്കാൻ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അപ്പം ഇന്നലത്തെ ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെയായിട്ട് അവിടെ നിന്ന് കഴിച്ചു. ഇപ്പോൾ തലേന്ന് ദിവസത്തെ ചിക്കൻ കറിയാണ് നമ്മൾ അന്ന് വെക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ടേസ്റ്റ് അല്ലേ. അങ്ങനെ അതൊക്കെ ആയിട്ട് അവിടെ നിന്ന് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു കപ്പ് ചായയും കൂടെ കുടിച്ചു. എൻ്റെ കപ്പിൻ്റെ സ്റ്റിക്കർ കണ്ട ഒരു വെറൈറ്റി അല്ലേ. പിന്നെ പൂച്ച സാർ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് ഞാൻ കുറച്ച് 2-3 ചപ്പാത്തി പീസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മീനുള്ള കൊച്ചുള്ളിയൊക്കെ പൊളിക്കാനുണ്ടായിരുന്നു. കൊച്ചുള്ളി വെളുത്തുള്ളിയൊക്കെ സംഭവം പൊളിച്ചെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് പൊളിച്ചെടുത്ത്. എനിക്കാണെങ്കിൽ കൊച്ചുള്ളി സംഭവം അരിയേണ്ട ആവശ്യമില്ല. ഉള്ളികൾ നമ്മളിങ്ങനെ തൊലിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ കൂടെ നല്ലപോലെ വെള്ളം വരും. കണ്ടാൽ ഭയങ്കരമായിട്ട് അങ്ങ് നീറും. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം എല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വെളുത്തുള്ളിയും തക്കാളിയും സവാളയും കൊച്ചുള്ളിയും ഇഞ്ചിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയ്ക്ക് വേണ്ടി നമ്മുടെ വീടിന് മുറ്റത്ത് തന്നെ കുറച്ച് ചെറിയൊരു കറിവേപ്പില ഇപ്പോൾ ഉണ്ട്. അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ വീടിന് ആവശ്യത്തിനൊക്കെ എടുക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് പോയി 2 ഇതിൽ കറിവേപ്പിലയൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പം കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്ത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തു. സിങ്കിൻ്റെ അവിടെയൊക്കെ എനിക്കാണെങ്കിൽ അവിടെ നിന്ന് വലിച്ചു വാരിയിടുന്ന ഇഷ്ടമല്ല. അങ്ങനെ അവിടെയൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയാക്കി ഇട്ട് കൊടുത്തു. പിന്നെ അമ്മ മീൻ കറി വെച്ചിട്ട് അമ്മ പുറത്തോട്ട് പോയായിരുന്നു. അങ്ങനെ അതിൻ്റെ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വഴറ്റി കൊടുത്ത് ബാക്കിയെല്ലാം അമ്മയാണ് കേട്ടോ വെച്ചത്. പിന്നെ അച്ഛൻ പാൽ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.